നമസ്കാരം. വഖഫ് ബില്ല് പാസാക്കിയതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളിൽ ബോധപൂർവം രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരൊക്കെ ആയിട്ടുള്ള ചില സൈബർ ഇടങ്ങളിലെ ആക്രമണങ്ങളും അതുപോലെ തന്നെ ചില മാധ്യമങ്ങളുടെ തലക്കെട്ടുകളും ബോധപൂർവം സൃഷ്ടിക്കപ്പെടുന്നതാണ്. കോൺഗ്രസ് പ്രസ്ഥാനം അതിനകത്തെടുത്ത അതിശക്തമായ നിലപാടിന്റെ ഏറ്റവും വലിയ പ്രചോദനം രാഹുൽ ഗാന്ധി തന്നെയാണെന്ന കാര്യത്തിൽ സംശയം വേണ്ട. പ്രിയപ്പെട്ട മാഡം സോണിയാഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെജിയും ഒക്കെ അക്കാര്യത്തിലെടുത്ത നിലപാട് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. രാഹുൽ ഗാന്ധിയും ഇക്കാര്യത്തിലെടുത്ത പരസ്യമായ നിലപാട് ഇത് ഭരണഘടനയുടെ പ്രശ്നമാണ് എന്നുള്ളതാണ്. ഇതൊരു മതത്തിന്റെ മാത്രം പ്രശ്നമല്ല, ഇത് ഭരണഘടനയുടെ അവകാശങ്ങളുടെ ലംഘനമാണെന്നുള്ള അപ്രോച്ച് തന്നെയാണ് അക്കാര്യത്തിലെടുത്തത്. ഇന്ത്യ മുന്നണിയുടെ യോഗം വിളിച്ച് അതിശക്തമായ ഇക്കാര്യത്തിൽ എടുക്കേണ്ട നിലപാടിനെ സംബന്ധിച്ച് ധാരണയുണ്ടാക്കിയത്. അതുപോലെ തന്നെ വഖഫ് ബില്ല് ചർച്ച ചെയ്യുന്ന ദിവസം രാവിലെ 9:30 മണിക്ക് മുഴുവൻ കോൺഗ്രസ് എംപിമാരുടെയും യോഗം വിളിച്ച് സംസാരിക്കാൻ അവസരം ലഭിച്ച ആളുകൾ അതിശക്തമായി ഈ ഭരണഘടനാവകാശ ലംഘനങ്ങൾക്കെതിരെ നിലപാടെടുക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയത്. അതിനുശേഷം അമെന്റ്മെന്റുകൾ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു ചെറിയ ബോഡി ഇന്ത്യ മുന്നണിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കന്മാർ കെ.സി. വേണുഗോപാലിന് കൊടുത്ത നിർദ്ദേശപ്രകാരം അവിടെ യോഗം ചെയ്ത് ഏതൊക്കെ വിഷയത്തിൽ അതിശക്തമായ നിലപാടെടുക്കണം എന്നുള്ള ചർച്ച ചെയ്തത്. അവസരം ലഭിച്ചവർ ഓരോരുത്തരും എടുത്ത നിലപാടിന്റെ പിന്നിലൊക്കെ രാഹുൽ ഗാന്ധിയുടെ നേരിട്ടുള്ള ഇടപെടലുകളുണ്ടായിരുന്നു. ബില്ല് കൺസിഡറേഷന് വേണ്ടി കൊണ്ടുവരുമ്പോഴും വോട്ടെടുപ്പിന്റെ സമയത്തും ആഭ്യന്തരമന്ത്രി സഭയിൽ പ്രസംഗിക്കുന്ന സമയത്തും ഒക്കെ രാഹുൽ ഗാന്ധി നേരിട്ട് അവിടെ സഭയിൽ ഹാജരായതുമാണ്. അപ്പൊ സംസാരിക്കേണ്ടത് ആരാണെന്ന് പാർട്ടി തീരുമാനിച്ച് സംസാരിക്കുന്നവർ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും സംസാരിച്ചവരുടെയും അവിടെയുള്ള മുഴുവൻ കോൺഗ്രസ് അംഗങ്ങളുടെയും നിലപാട് തന്നെയാണ് അവർ പ്രസംഗിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രിയങ്ക ഗാന്ധിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം, ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗങ്ങൾ നിരവധി ഈ സെഷനുമായിട്ട് ബന്ധപ്പെട്ടും നടന്നിട്ടുണ്ട്. ആ സെഷനിലൊന്നും ഈ ബില്ല് കൊണ്ടുവരുന്നതിന്റെ ഡേറ്റിനെ സംബന്ധിച്ച് ഗവൺമെന്റ് ഒരു വ്യക്തതയും വരുത്തിയിട്ടില്ല. അജണ്ട തന്നെ മുന്നോട്ട് വെക്കുന്നില്ല. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിലും ഇത് വരും എന്നുള്ള പ്രതീതി മാത്രമായിരുന്നു. അവസാനം സഭ തീരാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഉച്ചക്ക് 1-ാം തീയതി ഉച്ചക്ക് അഡ്വൈസറി കമ്മിറ്റി യോഗം വിളിച്ചിട്ട് നാളെ ബില്ല് കൊണ്ടുവരികയാണ്, നാളെ 12:15 ബില്ല് കൺസിഡറേഷന് കൊണ്ടുവരികയാണെന്നുള്ളതാണ് അവർ അറിയിച്ചത്. അപ്പം പ്രിയങ്ക ഗാന്ധിക്ക് കുടുംബത്തിലെ ഒരു വളരെ അടുത്തൊരു വ്യക്തിയുടെ ആരോഗ്യ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ നിശ്ചയിച്ചൊരു യാത്ര നടത്തേണ്ടി വരുന്ന സാഹചര്യം അത് ഒഴിവാക്കാൻ കഴിയാത്ത ഗുരുതരാവസ്ഥയിൽ അവരായിരുന്നതുകൊണ്ടാണ് അവർക്ക് അവിടെ പോകേണ്ടി വന്നത്. എന്നാൽ നേരത്തെ കൂടിയ BACയുടെ പ്രകാരം ഈ ബില്ല് ഈ സമയം വരുമെന്നുള്ള അറിയിപ്പ് കിട്ടുകയാണെങ്കിൽ അതനുസരിച്ച് നിലപാടെടുക്കാൻ പറ്റുമായിരുന്നു. ഇപ്പൊ പ്രിയങ്ക ഗാന്ധിയുടെ ഉൾപ്പെടെ നിലപാട് തന്നെയാണ് അവിടെ സംസാരിച്ച കോൺഗ്രസ് അംഗങ്ങൾ നടത്തിയത്. അതൊക്കെ അറിഞ്ഞിട്ടും ഇത്ര ശക്തമായിട്ട് ഈ സമയത്ത് BJPക്കെതിരായി സംഘപരിവാറിന്റെ അജണ്ടക്കെതിരായിട്ട് കോൺഗ്രസ് നിലപാടെടുക്കുമ്പോൾ അതിൽ പിന്നെയും കുറ്റവും കുറവും കണ്ടെത്താൻ ശ്രമിക്കുന്നവർ എന്ത് ആൾട്ടർനേറ്റീവിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്? 21 കേസാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഈ രാജ്യത്തുടനീളമുള്ള കോടതികൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്, സംഘപരിവാറിനെതിരെ സംസാരിച്ചതിന്റെ പേരിൽ മാത്രം. പാർലമെന്റിനകത്ത് പോലും പ്രതിപക്ഷ നേതാവിനെ നിശബ്ദനാക്കാനുള്ള ശ്രമം നടത്തുക, സ്പീക്കർ തന്നെ നേരിട്ട് വന്ന് അദ്ദേഹത്തെ മെൻഷൻ ചെയ്ത് നടത്തിയ കമന്റിന് മറുപടി പറയാൻ സാധാരണ ഒരു പരാമർശം വന്ന ഏത് അംഗത്തിനും അവനവന്റെ ഭാഗം പറയാൻ അവസരം ലഭിക്കുമെന്നിരിക്കെ LOPക്ക് അത് കൊടുക്കാതിരിക്കാൻ വേണ്ടി സഭ അഡ്ജേൺ ചെയ്യുന്നു എന്ന് പറഞ്ഞ് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന സ്പീക്കർ വരെ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾക്കറിയാം, 1:59 വരെ പാർലമെന്റിൽ ഈ വഖഫിന്റെ ബില്ലിന്റെ ചർച്ച നടത്തിയിട്ട് ആ ചർച്ച തീർന്ന് തൊട്ടടുത്ത മിനിറ്റിൽ മണിപ്പൂരിലെ ബില്ല് രാഷ്ട്രപതി ഭരണമായിട്ട് ബില്ലെടുക്കുക. അത് വിശദമായ ചർച്ച വേണ്ടതല്ലേ, അതിന് മറ്റൊരു സമയം കണ്ടെത്തണമെന്നുള്ള പ്രതിപക്ഷ ആവശ്യത്തെ പോലും അംഗീകരിക്കുന്നില്ല.